ഹലോ, ഇന്ന് ഇതിനെ പറ്റിയിട്ടാണ് നമ്മുടെ വീഡിയോ വന്നിട്ട്. ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്കൊരു സ്കിൻ കെയർ ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ ഞാൻ കാണിച്ചിട്ടും ഏകദേശം ഇത് കഴിയാനായിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസറാണിത്. കണ്ടോ, അതിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇങ്ങനെയാണ്. വെച്ചാൽ റണ്ണിങ് കൺസിസ്റ്റൻസി ഒന്നുമില്ല, അത്യാവശ്യം തിക്കാണ്, എന്നാൽ ഭയങ്കര തിക്കുമല്ല. അത്യാവശ്യം മോയ്സ്ചറൈസറിൻ്റെ വേണ്ട തിക്ക് തന്നെയാണ് കേട്ടുള്ളത്. പെട്ടെന്ന് ബ്ലെൻഡ് ആവും, നല്ലൊരു ഡൂയി ഫിനിഷൊക്കെ വരുന്നത്. അതായത് മേക്കപ്പ് ബേസൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു ഡൂയി ഫിനിഷ് കണ്ടോ, ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മേക്കപ്പ് ബേസായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ബ്ലെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ബ്രൈറ്റനിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് കാലിയാവാനായിട്ട് ഞാൻ അത് യൂസ് ചെയ്തിട്ട് കുറച്ചേ ഇതിന് ബാക്കിയുള്ളൂ. പക്ഷേ ഇതുവരെയ്ക്ക് എനിക്ക് ബ്രൈറ്റനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ല രീതിയിൽ ഇത് മോയ്സ്ചറൈസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്ന് നല്ല അടിപൊളിയായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ബ്രൈറ്റനിങ് എഫക്റ്റ് നമുക്ക് തരുന്നില്ല. പക്ഷേ ഒരു ഡൂയി, അതായത് ഒരു മേക്കപ്പ് ബേസൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, അതായത് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യണവർക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അടിപൊളിയാണ് കേട്ടോ.